نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض عدت للمتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിയുന്നത്രയും പുലർത്തിയും പാലിച്ചും റഹ്മാനായ റബ്ബിന് ഇഷ്ടമുള്ള തൃപ്തിയുമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിയുന്നത്രയും പരിശ്രമിക്കണം. അതിനായി റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്ന് സ്വന്തത്തോടുള്ള ബാധ്യത ഒരൽപ്പം പോലും വിസ്മരിക്കാതെ അർഹിക്കുന്ന ഗൗരവത്തിൽ സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീന് ചർച്ച ചെയ്യുന്ന ഈ ഒരു സദസ്സിൽ നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് പോലെ പ്രവിശാലമായ, നോക്കത്താ ദൂരത്തേക്ക് വിശാലമായ സുഖാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗാരാമത്തിൽ അവിടുത്തെ ജന്നാത്തിൽ ഫിർദൗസിലും നാളെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിമിതമായ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഈയൊരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുവാനാണ് ഈയുള്ളവൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് മരണവും മരണാനന്തര ജീവിതവും യാഥാർത്ഥ്യമാണ്, പകൽ വെളിച്ചം പോലെ സത്യമാണ് എന്ന് കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായി വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വലിയ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ്
ഒന്നൊഴിയാതെ പുറത്തു തന്ന് പരലോകത്തെത്തുമ്പോൾ ആ ദിവസത്തിൽ തന്നെ സ്വർഗത്തിൽ കടക്കാനുള്ള വലിയ ഒരു അവസ്ഥ ലഭിക്കുക എന്ന് തന്നെയാണ്. സ്വർഗത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. നമ്മുടെ മനസ്സിലൊക്കെ സ്വർഗത്തെക്കുറിച്ചുണ്ട്. പക്ഷെ റഹ്മാനായ റബ്ബ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഏതൊരു ഭാഗം എടുത്തു പരിശോധിക്കുമ്പോഴും ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ അധ്വാനിക്കണമെന്ന് പറയുന്നതിന് മുൻപ് വളരെ ഗൗരവത്തിൽ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചൊരു ഭാഗമുണ്ട്. അതേതാണെന്നറിയോ? ആ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഏറ്റവും പര്യാപ്തമാക്കുന്ന പാപമോചനവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച സൂറത്തു ആലി ഇമ്രാനിലെ 132 റഹ്മാനായ റബ്ബ് വളരെ ഗൗരവത്തിലാണ് സൂചിപ്പിച്ചത്. അല്ലാഹ് പറയാണ്, وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തി പോകുന്ന ആളുകൾക്ക് മാത്രം റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ അധ്വാനിക്കണം എന്ന് പറയുന്നതിന് മുൻപ് റബ്ബ് പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകുന്ന പാപമോചനത്തിലേക്ക് നിങ്ങൾ കൂട്ടരെ യാതൊരുവിധ മടിയുമില്ലാതെ വേഗം ധൃതിപ്പെട്ടു വരൂ. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നിങ്ങൾ കഴുകിക്കളയൂ. അതിനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നിത്യേനയുള്ള നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പോലും നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന വിഷയത്തിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ നമസ്കാരം എടുത്ത് പരിശോധിക്കുമ്പോൾ നമസ്കാരത്തിലുള്ളത് മുഴുവനും കൈകെട്ടിയത് മുതൽ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിലുമുള്ളത് എന്റെ പാപത്തെ പുറത്തു തരണേ എന്നാണ്, അല്ലേ? എന്നിട്ട് റുക്കൂയിലാകുമ്പോഴും സുജൂദിലാകുമ്പോഴും ഇടയിലുള്ള ഇരുത്തങ്ങളിലും ഒക്കെയും നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, റഹ്മാനായ റബ്ബേ, ഇതുവരെ ചെയ്ത രഹസ്യ പരസ്യ ഭേദമെന്നിയുള്ള മുഴുവൻ ചെറുതും വലുതുമായ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയിപ്പിച്ചതിന് ശേഷം സലാം വീട്ടി ഉടനെ നമ്മൾ പറയുന്ന വാചകം അസ്തഗ്ഫിറുല്ലാഹ് 3 തവണയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം കിട്ടുമെന്ന ഒരു സാഹചര്യത്തെ നമസ്കാരത്തിന് ഉള്ളിലെ ഒരു സന്ദർഭത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഏതാ സന്ദർഭം? തശഹൂദിന്റെ അവസാനത്തൊരു ഘട്ടമുണ്ട്. സലാം വീട്ടിന് തൊട്ട് മുൻപുള്ളൊരു സമയം. ആ സമയം നിങ്ങൾ ഏറ്റവും നല്ല പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ നീക്കിവെക്കണമെന്ന, അത് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി പ്രവാചകന്റെ ചാരത്ത് വരുന്നുണ്ട്. പ്രവാചകരെ, ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട വിഷയം ഏതാ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്തും കൂട്ടരെ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കതീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്ന് തുടങ്ങുന്ന പാപമോചന പ്രാർത്ഥനയാണ്. നോക്കൂ നിങ്ങൾ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ സഹോദര? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹുൽ ജസാ ഇല്ലൽ ജന്ന. സ്വർഗ്ഗമല്ലാതെ അതിന് വേറൊരു പ്രതിഫലവും ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ ചെയ്തതാണ് ഹജ്ജ്. മഖ്ബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ച് മടങ്ങുന്ന ഒരു മനുഷ്യൻ തന്റെ ഉമ്മയുടെ ഉദരത്തിൽ നിന്നും പാപങ്ങളേതുമില്ലാത്തവനെ പോലെ വരുമെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു. പക്ഷെ ഹജ്ജ് ചെയ്ത് തിരിച്ചു മടങ്ങുന്ന ഹാജിമാർക്ക് റഹ്മാനായ റബ്ബ് കൊടുക്കുന്ന നിർദ്ദേശം എന്താ? സുമ്മ അഫീദു മിൻ ഹൈസു അഫാളൻ നാസ് വസ്തഗ്ഫിറുല്ലാഹ്. ല്ലേ? ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന വേളകളിലും നിങ്ങൾ പാപമോചന പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്, സുഹൃത്തെ, സ്വർഗം എന്നത് കൊതിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ അതിന്റെ മുമ്പിൽ ഏറ്റവും വലിയ തടസ്സമായ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെ കഴുകിക്കളയാനുള്ള ചെറുതും വലുതുമായ അവസരത്തെ
ഏറ്റവും ക്രിയാത്മകമായി മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നമ്മളെ പര്യാപ്തമാക്കുന്ന ചെറുതും വലുതുമായ ഒരുപാട് അവസരങ്ങളെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് സഹോദര ഈ കേൾക്കുന്ന, ഈ പറയുന്ന എനിക്കോ കേൾക്കുന്ന ആർക്കൊക്കെയാണ് അതിനുള്ള അവസരം കിട്ടുക എന്ന് പറയാൻ കഴിയില്ല. 2 ആഴ്ചകൾക്കപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന വിശുദ്ധ റമദാൻ എന്ന് പറയണത് നമ്മളെ സ്വർഗാവകാശിയാക്കാനാണ്. ഇന്നലകളിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും അത് കഴുകിക്കളയാൻ വേണ്ടിയാണ്. പാപമോചനങ്ങളിൽക്കുള്ള അള്ളാഹു നൽകുന്ന അവസരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് സഹോദര റമദാൻ എന്ന് പറയുന്നത്. ഹജ്ജ് നിർവഹിക്കുവാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. സാമ്പത്തികമായും ശാരീരികപരമായി കൊണ്ടുള്ള അവസ്ഥകൾ ഒരാൾക്ക് കൈവരുന്ന ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ തരമുള്ളൂ, ഉംറ നിർവഹിക്കാൻ തരമുള്ളൂ, അല്ലേ? പക്ഷെ റമദാൻ സഹോദര നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ആഗതമാവുകയാണ്. വാട്ടർ ബെഡിലാണ് നമ്മൾ കടക്കുന്നതെങ്കിലും വിശുദ്ധ റമദാനിനെ ഒരർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അവനിക്കും നാളെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വകുപ്പുകളുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയേറെ നല്ലൊരു അവസരം സഹോദര ഇന്ന് നമുക്ക് വേറെ വരാനില്ല. എന്തിന് എനിക്ക് വിശുദ്ധ റമദാൻ നൽകി എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി പാപം കഴുകിക്കളയാൻ വേണ്ടി തന്നെയാണ്. റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നിർവഹിക്കുന്നത് നോമ്പാണല്ലോ. എന്താ നോമ്പിന്റെ ആദ്യത്തെ മെച്ചം? അള്ളാഹു റസൂൽ പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും പ്രതിഫലേച്ഛയോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഏത് പ്രതിഫലം? പരലോകത്തിലുള്ള പ്രതിഫലം ആഗ്രഹിച്ച്, തടിയൊന്ന് കുറയണം, കൊളസ്ട്രോളൊക്കെ ഒന്ന് കൺട്രോൾ ആകണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭൗതികരമായി കൊണ്ടുള്ള നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പരലോകത്തിൽ ഇതുകൊണ്ട് എനിക്ക് പരിപൂർണമായി മെച്ചമുണ്ടാകണമെന്ന് കരുതി ആരെങ്കിലും ഈമാനോടുകൂടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം നോമ്പ് നോറ്റാൽ, റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റാൽ സഹോദര അവന്റെ മുൻകാല പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്നാണ്. റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പിന്നെ ഓടിയെത്തുക രാത്രി നമ്മൾ നിർവഹിക്കും തറാവീഹ് നമസ്കാരമാണെങ്കിൽ അതിന്റെ പിന്നിലെ ലക്ഷ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിന്റെ രാത്രികളിൽ എണീറ്റ് നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ, തറാവീഹ് നമസ്കരിച്ചാൽ സഹോദര അവൻക്കും റഹ്മാനായ റബ്ബ് കൊടുക്കുന്നത് അവന്റെ മുൻകാല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, വിശുദ്ധ റമദാൻ എന്ന ഏറ്റവും വലിയ ഒരു നിധിയെ കൈകളിലേക്ക് റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ചെറുതും വലുതുമായ അവസരങ്ങൾ അവനക്കെമ്പാടും നൽകിയിട്ടും അവന്റെ ജീവിതത്തിൽ നിന്നും വിശുദ്ധ റമദാൻ പടിയിറങ്ങി പോകുമ്പോ അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവനക്ക് കഴിയാത്തവൻ തുനിയട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതുകൊണ്ടാണ്. 3 തവണ ആമീൻ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാ. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം മലക്കുകളുടെ ലീഡറായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. പള്ളി മെഹ്റാബിൽ വെച്ചാണ് സംഭവം. അള്ളാഹുവിന്റെ റസൂലാണ് പ്രാർത്ഥനയ്ക്ക് ആമീൻ കൊടുത്തത്. എന്താ? മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹ്. ഒരു മനുഷ്യനിക്ക് റമദാൻ വീണ് കിട്ടിയിട്ടും ആഫിയത്തോടുകൂടെ ആയുസോടുകൂടെ റമദാനിന്റെ രാപ്പകലുകളിലേക്ക് ബാക്കിയാക്കിയിട്ടും ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇനിയും പാപങ്ങൾ ബാക്കിയാണെങ്കിൽ അല്ലാഹു ആ മനുഷ്യൻ അവന്റെ കരുണയിൽ നിന്നും അകറ്റട്ടെ. നബിയെ പറയൂ ആമീൻ എന്ന് പറയുമ്പോ ലോകത്തിന്റെ നായകൻ കാരുണ്യക്കടലായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ സഹോദര ഞാനും നിങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാൻ വന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ ചില ചേഞ്ചുകൾ വരികയാണ്. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ മറ്റുള്ള ദിവസങ്ങളൊന്നും കേൾക്കാത്ത ചില വിളയാളങ്ങൾ റമദാനിന്റെ 1-ാമത്തെ ദിവസം കേൾക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1-ാമത്തെ ദിവസമാകുമ്പോ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ കാന അവ്വലു ലൈലത്തി മിൻ റമദാൻ,
റമദാനിന്റെ 1-ാമത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ശഅബാനിന്റെ അവസാനം കഴിഞ്ഞ് നാളെ റമദാനാണെന്ന് പറയുന്ന സമയം എന്ത് സംഭവിക്കുമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയും, സുഫിദത്തി ശയാതീനു മറദത്തിൽ ജിന്നി, പോക്കിരികളായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ തിന്മകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാചുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടുമെന്നാണ്. പിന്നെയോ വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ മുഴുവൻ കവാടങ്ങളും റഹ്മാനായ റബ്ബ് അടച്ചു കളയുമെന്നാണ്. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, അതിൽ നിന്നും ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല എന്നാണ്. നരകം പരിപൂർണമായും അടക്കപ്പെടും. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫുതിഹത് അബ്വാബുൽ ജിനാൻ, സ്വർഗ്ഗത്തിലെ മുഴുവൻ കവാടങ്ങളും തുറക്കവെക്കപ്പെടുമെന്നാണ്. സഹോദര, ഇത് ഈ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ ദിവസങ്ങളിലും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട് നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നൊരു പ്രതിഭാസം വേറൊരു മാസത്തിലുമില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 1-ാമത്തെ ദിവസമാകുമ്പോ വനാദാ മുനാദിൻ, ആകാശലോകത്തതാ ഒരു വിളിയാളം വരുന്നു. എന്താ സഹോദര, നമ്മളാരും ആ വിളികൾ കേൾക്കില്ല. നമ്മളാരും ലോകത്തിൽ ഒരാളും ആ വിളി ശ്രദ്ധിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷേ ഹദീസുകളിൽ അതാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 1-ാമത്തെ ദിവസമാകുമ്പോ നാദാ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ ആകാശലോകത്തു നിന്നും വിളിച്ചു പറയുമത്രേ. എന്താണ് സഹോദര വിളിക്കുന്നത്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ഇനി നിങ്ങളുടെ കാലമാ, ഇനി നിങ്ങൾ മുന്നോട്ട് വരിക, ജീവിതത്തിൽ നന്മകൾ ചേർത്തു വെച്ചോ. പിന്നെന്താ വിളി? വയാ ബാഗിയശ്ശർ, വയാ ബാഗിയശ്ശർ അഖ്സിർ, എന്നാൽ ഷർറുകൾ ഉദ്ദേശിക്കുന്നവനെ, തിന്മകൾ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളത് ചുരുക്കിക്കോ, അതാ നിനക്ക് നല്ലത്. എന്നിട്ട് വീണ്ടും പറയാം, വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും എല്ലാ ദിവസവും അതാ പലരെയും മോചിപ്പിക്കുന്നു. റമദാൻ കടന്നു വരുന്നതിന് മുൻപ് അവന്റെ ജീവിതക്രമപ്പെടുത്തി പരിശോധിക്കുമ്പോ ആ മനുഷ്യൻ സ്വാഭാവികമായി കൊണ്ടും എത്തേണ്ട നരകത്തിലായിരുന്നു. അവന്റെ വാക്കുകൾക്ക് നരകമാ, അവന്റെ നോട്ടങ്ങളെ കൊണ്ട് എത്തുന്ന നരകത്തിലാ. അവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ പ്രവർത്തനങ്ങളും കൺസോൾഡേറ്റ് ചെയ്യുമ്പോ അവൻ ശഅബാൻ മാസത്തിലെത്തുമ്പോൾ അവന്റെ ലിസ്റ്റ് ശരിക്ക് നരകത്തിന് അവകാശിയായി കൊണ്ട് ജീവിച്ചവരാ. പക്ഷെ റമദാൻ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും ആ ലിസ്റ്റിൽ നിന്നും ഔട്ടാക്കി കളയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ നരകത്തിന്റെ ലിസ്റ്റിൽ പോയി വെന്തെരിയേണ്ട പലരെയും റഹ്മാനായ റബ്ബ് രക്ഷപ്പെടുത്തി കളയുമെന്ന ഈ പ്രതിഭാസം സഹോദര റമദാനിലെ രാവിലും അതേപോലെ തന്നെ രാത്രിയിലുമാണ് നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ദിവസങ്ങളിലും അങ്ങനത്തെ ഒരു സംവിധാനം വേറൊരു മാസത്തിലുമില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വലിയ ഓപ്പൺ ചാൻസ് വന്നിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ഇടപെട്ടാൽ, ഒരു ചെറിയ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന വിശ്വാസികളാണെന്ന ലേബലിനോട് ഒരു ചെറിയ കൂറെങ്കിലും ഉണ്ടെങ്കിൽ ഖബറെന്ന യാഥാർത്ഥ്യത്തെ ഖബറെന്ന 3 അക്ഷരത്തിൽ ഒതുക്കാതെ അതിന്റെ ഭയാനതകൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സിറാത്തു പാലം എന്ന ഒരു യാഥാർത്ഥ്യത്തെ ഒരു 4 അക്ഷരത്തിന്റെ ഉള്ളിൽ ചുരുക്കുന്നതിനപ്പുറത്ത് അവിടെ പോയി കിടക്കേണ്ട നരകത്തിന്റെ ഭയാനകതകൾ അന്നാർ എന്ന 3 അക്ഷരത്തിൽ ഒതുക്കാതെ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സഹോദര രക്ഷപ്പെടാൻ ഇതിനേക്കാൾ വലിയൊരു അവസരം ഇനി നമ്മുടെ മുമ്പിൽ വരാനില്ല. നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് കയറി വരികയാണ് അവസരം. നമ്മൾ എവിടെയും ഇറങ്ങി പുറപ്പെടുന്നില്ല. നമ്മളെ തേടി റഹ്മാനായ റബ്ബിന്റെ ആ ഒരു അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇത്രയും വലിയൊന്ന് മാറാൻ, ഇതുവരെ നരകാവകാശിയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ സഹോദര സ്വർഗാവകാശിയാകാനുള്ള ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയും. അത്ര നല്ലൊരു അവസരം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട ചില ഏരിയകളുണ്ട്. അത്തരമൊരു അവസരം വരുമ്പോ
അതിന് ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ഗൗരവത്തിൽ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട, ജീവിതത്തെ ഒന്ന് മാറ്റി എഴുതേണ്ട ചില ഏരിയകളുണ്ട്. ആ റമദാൻ വന്നാൽ നമ്മൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ അവസാനം എത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ അതിഥിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞയക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴേ റമദാനിലൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ റമദാൻ ഇങ്ങനെ സാധാരണ മാസം വന്ന് പോയതുപോലെ അതിങ്ങനെ കുറച്ചു നേരം പട്ടിണി കടന്നു, കുറച്ചൊക്കെ ദാഹം സഹിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പുതുവസ്ത്രമൊക്കെ എടുത്തു, പെരുന്നാളൊക്കെ നല്ല ഗ്രാൻഡ് ആയിക്കൊണ്ട് ആഘോഷിച്ചു, അതിനുശേഷമുള്ള ടൂറൊക്കെ അടിച്ചു പൊളിച്ചു. അങ്ങനെ ചെറിയ ഒരു ഈ എന്താ പറയാ സന്തോഷിക്കാൻ വക നൽകുന്ന കുറച്ച് ഭൗതിക ജീവിതത്തിലെ സന്തോഷങ്ങൾക്കുള്ള കുറച്ച് വക ഉണ്ടാകുള്ളൂ. പരലോകത്തെ വീടിൽ അതൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി കൊണ്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങാൻ നമ്മൾ തയ്യാറാവുക. ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഈ അതിഥിയുടെ വില നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. ഒരു ദിവസം വിശുദ്ധ റമദാനിൽ ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിച്ചാൽ എന്തുണ്ട് നമ്മുടെ നേട്ടം? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. അതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാചാലമായി കൊണ്ട് പഠിപ്പിച്ചു, സഹോദരാ, കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലു അമലി ബിനി ആദം യുദാഅഫു ലഹുൽ ഹസനതു ബിഗൈരി അംസാലിഹാ ഇലാ ബിഅശ്രി അംസാലിഹാ ഇലാ 700 ഏതൊരു നന്മ ചെയ്താലും ഒരു ആദം സന്തതിയുടെ അക്കൗണ്ടിൽ ചുരുങ്ങിയത് 10 അവിടെ നിന്ന് അങ്ങോട്ട് 700 വരെ കയറുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇല്ല സൗം, നോമ്പൊഴികെ അതിന് ഞാൻ ഇത്രയെന്ന് പറയില്ല എന്ന, നോമ്പിന് ഞാൻ ഇത്രയേറെ പറയില്ല എന്ന. ആ നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് ആ സമയത്ത് എത്രയാണെങ്കിൽ അതിന് കൊടുക്കുമെന്നാണ്. കണക്കില്ലാത്ത പ്രതിഫലമാണ് സഹോദര നമ്മളെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ സംഭവം എന്താണെന്നറിയോ? നോമ്പിൽ കിട്ടുന്ന മെച്ചം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്കാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യനോട് എല്ലാ സംഗതികളും കിട്ടിയിട്ട് റബ്ബ് വന്നിട്ട് പറയുന്നൊരു വർത്താനുണ്ട്, ഇങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഇനി എന്ത് കിട്ടാനാ റബ്ബേ? ഞങ്ങൾ ആഗ്രഹിക്കുന്ന മുഴുവനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടത്തിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്താ കിട്ടാനുള്ളത്? അവരുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ സമയത്ത് സഹോദര അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരെ ഉണ്ടായിരുന്ന മറയങ്ങ് നീക്കി അള്ളാഹുവിന്റെ മുഖം ദർശിക്കുവാനുള്ള തൗഫീക്ക് കൊടുക്കുമെന്നാണ്. അത് കാണുന്നതോടുകൂടെ അവർ അനുഭവിച്ച സ്വർഗീയ സുഖങ്ങൾ മുഴുവനും ചെറുതായി തോന്നുമാറ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ മുഖം ദർശിക്കാൻ കഴിയുക എന്നത്. ഒരു നോമ്പുകാരൻ അവന്റെ നോമ്പിലൂടെ നേടാൻ പോകുന്ന സൗഭാഗ്യം സഹോദര, റഹ്മാനായ റബ്ബിന്റെ മുഖം ദർശിക്കാൻ കഴിയും. ലിസ്സായിമി ഫർഹതാനി, നോമ്പുകാരൻക്ക് 2 സന്തോഷമുണ്ട്. ഒന്ന് ദുനിയാവിലെ സന്തോഷമാണ്, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോൾ 10-13 മണിക്കൂറുകൾ ശക്തമായ പിന്നെ ചൂടും ദാഹവും ഒക്കെ ശമിച്ച് ആ വെള്ളവും വറ്റുങ്ങനെ കാണുമ്പോൾ തൊണ്ടയിൽ നനഞ്ഞിങ്ങനെ ഉള്ളിലേക്ക് ആമാശയത്തിലേക്ക് എത്തുന്നത് നമ്മളിങ്ങനെ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖം അതുണ്ട് എന്നാണ്. രണ്ടാമത്തെ സന്തോഷം സഹോദര, മരണാനന്തര ലോകത്തിൽ ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ് റഹ്മാനായ റബ്ബിനെ കാണാൻ കഴിയുമെന്ന റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് സഹോദരൻ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. മറ്റൊരു മെച്ചം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയാ, നമ്മളൊക്കെ ഭയപ്പെടുന്ന നരകം അതിന്ന് കാക്കാൻ നോമ്പിനേക്കാൾ വലിയ ഒന്നില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോൽക്കുന്നത്? ഒരു റമളാനിന്റെ മുഴുവൻ നോമ്പുകളെ കുറിച്ചല്ല പറഞ്ഞത്. ആരെങ്കിലും ഒരു ദിവസം എങ്ങാനും നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു അനിന്നാരി 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരത്തേക്ക്
ഒറ്റ ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നരകത്തിൽ നിന്ന് മാറ്റുമെന്നാണ്. നോക്കൂ നിങ്ങൾ, നരകാവകാശിയായി പോകേണ്ട ഒരു മനുഷ്യന് 70 വർഷത്തെ വഴിദൂരത്തേക്ക് ഒറ്റ നോമ്പ് കാരണം നരകത്തെ 70 വർഷത്തെ വഴിദൂരത്തേക്ക് അകറ്റുമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു 10-30 ദിവസം കിട്ടിയാൽ സഹോദര എവിടെ എത്തി? എത്ര നിലക്ക് എത്ര ദൂരത്തേക്ക് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മാത്രവുമല്ല നരകമോചനത്തിലൂടെ സ്വർഗപ്രവേശനം കിട്ടുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിൽ ജന്നതി 8 അബ്വാബ്, സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 8 കവാടങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 8 കവാടങ്ങൾ. അതിലെ ഒരു കവാടത്തിന്റെ പേര് ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ, റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ആരാ റയ്യാനിലൂടെ പോവുക? ലാ യദ്ഖുലുഹു ഇല്ലസ്സായിമൂൻ, നോമ്പുകാരല്ലാതെ അതിലൂടെ പ്രവേശിക്കുകയില്ല. ജീവിതത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നമ്മളെ കാത്ത് സ്വർഗത്തിൽ കവാടം തന്നെ, അതിലൂടെ വേറെ ആരും പോകില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ ആദരമാണ്, എത്ര വലിയ ബഹുമാനമാണ് നാളെ പരലോകം നമുക്ക് കിട്ടാൻ പോകുന്നത്. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ശുപാർശകരായി കൊണ്ട് നോമ്പ് കടന്നു വരുമെന്നാ. എന്താ സുഹൃത്തുക്കളെ പരലോകത്തിൽ ശുപാർശകന്റെ റോൾ? നമ്മുടെ എല്ലാമായ ഉമ്മക്ക്, നമ്മുടെ എല്ലാമായ പ്രിയപ്പെട്ട പിതാവിന്, മക്കൾക്ക്, ഭാര്യക്ക്, കൂട്ടുകുടുംബക്കാർക്ക്, ആദർശ ബന്ധുക്കൾക്ക് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകത്തിന്റെ ഏതോ ദിക്കിൽ കിടക്കുന്ന ഒരു സുഹൃത്തിനെ 18 കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുമിച്ച് നിന്നവരാ സഹോദര ഞാനും നിങ്ങളും, അല്ലേ? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സുഹൃത്തിന് വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിക്കൊണ്ട് നിന്നവരാ നമ്മൾ. നമ്മുടെ പൈതൃകം അതാണ്. റബ്ബ് നിലനിർത്തിരുമാറാകട്ടെ. പക്ഷെ എന്താ അറിയോ, അങ്ങനൊക്കെ കൂട്ടുപിടുത്തത്തോടു കൂടെ ജീവിച്ച ഒരാളും നാളെ പരലോകത്ത് തിരിഞ്ഞു നോക്കൂല എന്നല്ല. യുസ്അലു ഹമീമുൻ ഹമീമ, കുടുംബക്കാർ പരസ്പരം മെയിൻഡാക്കാത്ത ദിവസം. അന്ന് നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ, നമുക്ക് വേണ്ടി റഹ്മാനായ റബ്ബിനോട് കെഞ്ചി ചോദിക്കാൻ റഹ്മാനായ റബ്ബ് ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളിലെ ഒന്ന് നമ്മൾ നോറ്റ നോമ്പ് വരുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി, അല്ലേ? ഖുർആനും നാളെ പരലോകത്ത് നോമ്പും വരുമെന്ന അടിമക്ക് ശുപാർശ പറയാൻ വേണ്ടിയിട്ട്. യഖൂലു സിയാം, എന്നിട്ട് നോമ്പ് പറയുമത്തെ, റബ്ബി ഇന്നി മനഅതുഹു തുആമ വശറാബ, അല്ലാഹുവേ ഞാനാണ് അവന്റെ പാനീയത്തെയും ഞാനാണ് അവന്റെ ഭക്ഷണത്തെയും തടഞ്ഞു വെച്ചത്. പാലക്കാട് അങ്ങാടിയിലെ 50ഓളം വരുന്ന ഡിഗ്രി ഇങ്ങനെ അനുഭവിച്ച ചൂടും പ്രയാസം അനുഭവിച്ചിങ്ങനെ പോകുമ്പോ കൂടെയുള്ള മറ്റു പല ആളുകളും വാഹനം പാർക്ക് ചെയ്ത് ശീതള പാനീയങ്ങൾ കുടിക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കുടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് കൊടുക്കാനുള്ള ക്യാഷ് കൈകളിലുണ്ട്, കുടിക്കാനുള്ള ആഫിയത്തുമുണ്ട്. പക്ഷെ ഞാൻ നിർത്തിവെച്ചത്, നോമ്പ് പറയാ, അവൻക്ക് അങ്ങനെ ആഗ്രഹമുണ്ടായിട്ടും ഞാൻ കാരണം അവൻ അത് വേണ്ടെന്ന് വെച്ചത്. അല്ലാഹുവേ ഇവന്റെ വിഷയത്തിൽ ഫശഫ്ഇനി ഫീഹി, ഇവന്റെ വിഷയത്തിൽ ശഫാഅത്ത് പറയാനുള്ള അവസ്ഥ എനിക്ക് തരുകണേ എന്നാണ്. അല്ലാഹു നോമ്പിന് കൊടുക്കുമെന്നാണ്. എങ്ങനെയാണ് നോമ്പ് വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നോമ്പ് നമുക്ക് വേണ്ടി വക്കാലത്ത് പറയുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നോമ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ സുഹൃത്തുക്കളെ, അതെല്ലാം അനുകൂലമായി നാളെ പരലോകത്ത് വരുമെന്നാണ്. ആമാശയത്തിൽ പിന്നെ ഭക്ഷണവും വെള്ളവും എത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഒരു ദുർഗന്ധം ഉണ്ടാവുക എന്നുള്ളത് ഒരു നാച്ചുറാണ്, ഒരു പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷെ അല്ലാഹു റസൂൽ പറയാ, വ ഇന്ന റീഹസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, ഇവിടെയുള്ള ദുർഗന്ധം ഉണ്ടല്ലോ, അതിന് റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് അവന്റെ അരികിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകുമെന്നാണ്. ആ ഒരു ആദരം നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിലേക്കുള്ള ഒരു എൻട്രി, റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ കൃപയുമെല്ലാം നേടിയെടുക്കുക വഴി നരകമോചനത്തിലൂടെ സ്വർഗപ്രവേശനത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യം അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബ് സംവിധാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് വിശുദ്ധ റമദാനിലെ നോമ്പെന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിർവഹിക്കാൻ പോകുന്നത് അത് തന്നെയാണ്.
പക്ഷെ സുഹൃത്തുക്കളെ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ റമദാൻ മാസത്തിൽ കേവലം പട്ടിണി കിടന്ന ആളുകൾക്ക് മാത്രം കിട്ടുമെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ഗൗരവത്തിൽ ഇനി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആനുകൂല്യങ്ങൾ കേട്ടപ്പോ ഇതിലൊക്കെ പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഈ സംസാരം കേൾക്കുന്നില്ല. ഒരു വിശ്വാസിയും ഒരു വിശ്വാസിനിയും ഈ സംസാരത്തെ കാതോർത്തിട്ടില്ല. എല്ലാവരും ആഗ്രഹിച്ചത് ഇതുപോലെ നാളെ പരലോകത്ത് ഒരു നോമ്പുകാരനുക്കുള്ള ആനുകൂല്യങ്ങൾ മുഴുവനും എനിക്ക് കിട്ടണമെന്നാണ്. പക്ഷേ അതിന് ചില കടമ്പകൾ കൂടെ നമ്മൾ കടക്കണം. എന്താ അറിയോ? വിശുദ്ധ റമദാൻ വരുന്നതിന് മുൻപ് സുഹൃത്തുക്കളെ നമ്മളൊന്ന് ഒരുങ്ങണം. ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ട് നോമ്പ് നോച്ചാലാണ് ഈ കൂലി കിട്ടുക. കേവലം പട്ടിണി കിടന്നു എനിക്ക് കിട്ടൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റുബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽജൂഉ വൽ അത്ശു. എത്ര നോമ്പുകാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ നാം കേട്ട ഹദീസാ സഹോദര. എത്ര നോമ്പുകാരാണ്. ആയിരക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന നോമ്പുകാരുണ്ട്. അവന്റെ നോമ്പ് കൊണ്ട് അവനക്ക് കിട്ടിയ ആകെയുള്ള മെച്ചം അൽജൂഉ വൽ അത്ശു, അങ്ങേയറ്റത്തെ വിശപ്പും അങ്ങേയറ്റത്തെ ദാഹം. 10 പൈസക്ക് ഉപകാരമില്ലാത്ത നോമ്പുകാരനുണ്ടെന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോൾ ഈ കഷ്ടപ്പാടുകളൊക്കെ പെട്ടിട്ട് സുഹൃത്തെ, നാളെ നമ്മുടെ നന്മയുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യവാൻ വേറെ ആരുണ്ട്? ആ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിലേക്ക് നഊദു ബില്ലാഹ് സംഭവിക്കാതിരിക്കാൻ അള്ളാന്റെ റസൂല് കാലേ കുട്ടി പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നെന്താണെന്നറിയോ? നമ്മുടെ മനസ്സ് നന്നാകണം എന്നാണ് സുഹൃത്തുക്കളെ. മനസ്സ് നന്നാക്കാൻ നമുക്ക് കഴിയണം. വീടൊക്കെ നമ്മൾ അടിച്ചോരി വൃത്തിയാക്കി തിരക്കിലായിരിക്കും ഇപ്പം ഉണ്ടാകുക. പ്രിയപ്പെട്ട ഉമ്മമാർ മാറാല തട്ടുന്നു, മുറ്റമടിച്ചോരി വൃത്തിയാക്കുന്നു, അല്ലേ? കുപ്പിയും മറ്റുമൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കുന്നു. റമദാനാണ് വരുന്നെന്ന് പറയാം. ശരി, അതെല്ലാം നടക്കട്ടെ. പക്ഷെ അതിനേക്കാൾ വലിയ ക്രമീകരണങ്ങൾ നമ്മുടെ മനസ്സിൽ നടക്കണം. എന്തിൽ നിന്നറിയുമോ? ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ അടിഞ്ഞ കുറെ പാപത്തിന്റെ കറകളുണ്ട്. പാപങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ പാപങ്ങൾ ഇരുന്ന ഇരിപ്പിൽ ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു ഫിത്നയുടെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പണ്ടൊക്കെ പാപങ്ങൾ ചെയ്യാൻ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് കടമ്പകൾ കടക്കണമായിരുന്നു. ഇന്ന് നമ്മുടെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളും ഞൊടിയിട കൊണ്ട്, സെക്കൻഡുകളെ കൊണ്ട് നമ്മുടെ ലൈഫിൽ അതിന്റെ പൊടിക്കാറ്റടിക്കാൻ പര്യാപ്തമായ കെണി ഒരുക്കപ്പെട്ട കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും ഇന്നലകളിൽ കാലുകൾ ഇടറിയവരായിരിക്കും ഒരു പക്ഷെ നമ്മൾ ഉണ്ടാവുക. രഹസ്യ ജീവിതത്തിൽ അബദ്ധങ്ങൾ പിണഞ്ഞു പോയവരുണ്ടാകാം, അല്ലേ? നമ്മൾ പോലും അറിയാതെ ഹറാമുകൾ കണ്ടും കേട്ടും പറഞ്ഞും അനുഭവിച്ചും അങ്ങനെയൊക്കെ നടന്നു പോയവരുണ്ടാകാം. സഹോദര, ഈ പാപങ്ങൾ നമുക്ക് വലിയ മെനയായിരിക്കും. കാരണം എന്താണെന്നറിയോ? പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയാൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീക്കിനെ റഹ്മാനായ റബ്ബ് തടഞ്ഞു വെക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. പാപങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനൊരുപാട് സൈഡ് എഫക്റ്റുകളുണ്ട്. ആ സൈഡ് എഫക്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്മകൾക്കുള്ള അവസരങ്ങൾ മുമ്പ് കൂടെ അങ്ങനെ പോണ്ടാവും. കയ്യെത്തും ദൂരത്ത് നന്മകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. മൂക്കിന് താഴെ നന്മകൾ യഥേഷ്ടം ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പക്ഷെ തൗഫീക്ക് കിട്ടൂല. തൗഫീക്ക് കിട്ടൂല. ആ അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പാപങ്ങളുണ്ടോ അത് ആത്മാർത്ഥമായി കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കേണ്ട ഒരു സമയത്തിലും സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനും ബോധപൂർവം ചേർത്തി വെച്ചോ, അല്ലാഹുവേ എന്റെ പാപത്തെ നീ കഴുകിക്കളയണമേ റബ്ബേ. പാപമോചനത്തിന് എന്തെല്ലാം വഴികൾ പ്രാർത്ഥനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചു. എല്ലാം ഉണ്ടായിക്കോട്ടെ ജീവിതത്തിൽ, ഒന്നും അധികമാകൂല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് രാവിലെയും വൈകുന്നേരം 100 തവണ ചൊല്ലിയത് അധികമല്ല. അള്ളാന്റെ റസൂല് പോലും, ഒരു പാപം ചെയ്യാത്ത പ്രവാചകൻ പോലും 100-ൽ പരം തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തൊന്നും അധികമല്ല സുഹൃത്തുക്കളെ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ അറിഞ്ഞു പോയതും
അറിയാതെയും വന്ന ചെറുതും വലുതുമായ രഹസ്യ പരസ്യ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ. അങ്ങനെ നമുക്ക് തന്നെ ഒരു മനസ്സിൽ ഇങ്ങനെ സംഗതി ഉണ്ടാകണം, എന്റെ പാപങ്ങളൊക്കെ ഞാൻ കഴുകിക്കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കും സഹോദര, അല്ലാഹു സ്വീകരിക്കും, നിരാശ വേണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയാ, സ്വന്തത്തോട് അവിവേകം ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ ആരും കരുണയിൽ, എന്റെ കരുണയിൽ നിരാശ പറ്റേണ്ടതില്ല. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. പക്ഷെ ചോദിക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഈഗോ വേണ്ട, ആത്മാർത്ഥമായി കൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പാപങ്ങളിൽ നിന്നും കഴുകിക്കളയാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, ബന്ധവിച്ഛേദനം ഉണ്ടാകാൻ പാടില്ല. തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ ഒന്നല്ല, ഒരു 10,000 റമദാൻ കിട്ടിയാലും പരലോകത്തേക്ക് ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. എഴുതി വെച്ചോ സഹോദര, എഴുതി വെച്ചോ സഹോദരി, ഞാൻ കാരണം ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അകാരണമായി മറ്റൊരുത്തനോട് തെറ്റിപ്പിരിഞ്ഞാണ് നമ്മുടെ നടത്തമെങ്കിൽ, പരസ്പരം സുൽഹിലെത്തുന്നത് വരെ, പരസ്പരം രഞ്ജിപ്പിലെത്തുന്നത് വരെ നമ്മുടെ കർമ്മങ്ങൾക്ക് വിലയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. വർഷങ്ങളായി തെറ്റി നിൽക്കുന്നു, വലിയ വീരഗാഥ പറയാ, ആണത്തത്തിന്റെ അടയാളമായി കൊണ്ട പറയാ. തെറ്റി നിൽക്കണമെന്ന് ഹീറോയിസ് അല്ല സുഹൃത്തുക്കളെ. ലാ യഹില്ലു ലിറജ്ലിൻ മൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാൽ. മാക്സിമം പോയാൽ 3 ദിവസം, അതിനപ്പുറത്തേക്ക് മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന, തെറ്റിപ്പിരിഞ്ഞിരിക്കാൻ പാടില്ല എന്ന. പോയി സുൽഹുണ്ടാക്കണം. എന്റെ ഭാഗത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വിട്ടു തന്നേക്ക്. അവിടെ ഈഗോ വേണ്ട സുഹൃത്തുക്കളെ, അവിടെ വിനയം ഉണ്ടായിക്കോട്ടെ. നമ്മൾ അവിടെ വിനയം കാണിച്ചും താഴ്ന്നു കൊടുത്തു എന്നതുകൊണ്ട് നമുക്കൊന്നും നഷ്ടമില്ല, ഇസ്സത്തല്ലാതെ. റഹ്മാനായ റബ്ബ് നമുക്ക് പദവികൾ ഉയർത്തി തരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. സ്വതക്ക കൊടുത്തത് കൊണ്ട് ഒരുത്തന്റെയും മൂലധനം കുറവാകാത്തതുപോലെ വിനയം കാണിച്ചതിന്റെ പേരിൽ, ഒന്ന് താഴ്ന്നുകൂടെ അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് താഴ്ന്നു കൊടുത്തതിന്റെ പേരിൽ അള്ളാഹു അവനിക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയല്ലാതെ, റഹ്മാനായ റബ്ബിന്റെ അരികിൽ അവന്റെ സ്ഥാനത്തെ ഉയർത്തി കൊടുക്കുകയല്ലാതെ ഒരു നിലവാര തകർച്ച നമുക്ക് ഉണ്ടായില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഉണ്ടായിക്കോട്ടെ, കുടുംബമായി കൊണ്ടുപോവുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തീർത്തു വരിക. ഒരു പക്ഷെ പോകുമ്പോ, നമ്മൾ സംസാരിക്കുമ്പോ അവർ നമ്മളെ സ്വീകരിച്ചോളം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി. ഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. തെറ്റി നിൽക്കുന്ന 2 പേരിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആദ്യമായി കൊണ്ട് തെറ്റ് തീർക്കാൻ വേണ്ടി സലാം പറഞ്ഞ മനുഷ്യനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അത് മതി നമുക്ക്. അവൻ മിണ്ടട്ടെ മിണ്ടാതിരിക്കട്ടെ, നമ്മളായി യാതൊരു പ്രശ്നവുമില്ല. അവൻ വിളിച്ചാൽ ഞാൻ പോകും. എന്റെ വീട്ടിൽ സന്തോഷമുണ്ടോ ഞാൻ അവനെ അറിയിക്കും. അവൻ വേണമെങ്കിൽ വന്നോട്ടെ. പക്ഷെ നമ്മുടെ ഭാഗത്തൊരു പ്രശ്നമില്ല എന്ന് ഉറപ്പ് വരുത്തിയാലേ നോമ്പ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എണ്ണിയ ഒന്നാണ്. 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് റമദാൻ വന്നാലും തലകുത്തി മറിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചാലും വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹ് പറഞ്ഞു വെച്ചു, എന്താ അറിയോ, അവന്റെ മുഴുവൻ കർമ്മങ്ങളിലേക്കും നാളെ ഞാൻ അങ്ങോട്ട് പോയി അതിനെ മുഴുവനും തല്ലി തകർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. കടഞ്ഞെടുത്ത ധൂളികളെ പോലെയാക്കി ഒരു ഉപകാരവുമില്ലാത്ത കർമ്മങ്ങൾ. ആലോചിച്ച് നോക്കൂ സഹോദര, ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനത്തെ നിഷ്ഫലമാക്കി കളയുന്ന ഏർപ്പാടുണ്ടോ? ഉണ്ട്. അതിന്റെ പേരാണ് ശിർക്ക് എന്ന് പറയുന്നത്. എന്താ ശിർക്ക് സുഹൃത്തുക്കളെ? ഇന്ന ശിർക ലളുൽമുൻ അലീം. ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പാതകത്തിന്റെ പേരാ സഹോദര ശിർക്ക്. അല്ലാഹുവിൽ പങ്കു ചേർക്കുക. അല്ലാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന വിഷയങ്ങളിൽ മറ്റു പല ആളുകളെയും നമ്മൾ പങ്കു ചേർക്കുക. റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട ഒരു കാര്യത്തെ
മറ്റുള്ളവരോട് ചോദിച്ചു. രോഗമാണ്, അല്ലാഹുവേ അൻത ഷാഫി, നീയാണ് ശമനം നൽകുന്നവൻ, ഇശ്ഫി അൻത ഷാഫി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റു പല ജാറങ്ങളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഏലസുകൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, തകിടുകൾ നമ്മുടെ മേശപ്പുറത്തുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ, സഹോദര, മൻ തഅല്ലക തമീമതൻ ഫഖദ് അശ്റക, അല്ലേ? ആരെങ്കിലും തമീമത്ത്, ഏലസ് ബന്ധിപ്പിച്ചോ അവൻ ശിർക്ക് ചെയ്തു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല, സ്നേഹബുദ്ധിയ നിങ്ങളെ കേൾപ്പിക്കുന്നു, വേണമെങ്കിൽ സ്വീകരിക്കാം. പ്രമാണങ്ങളല്ലാത്ത ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. രോഗമുണ്ടോ നിനക്ക്, റബ്ബിനോട് ചോദിക്കുക. പ്രയാസമുണ്ടോ നിനക്ക്, റബ്ബിനോട് ചോദിക്കുക. സഹോദര, നിനക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ റബ്ബിനോട് ചോദിക്കുക. ആരാ പറഞ്ഞ്? അല്ലാഹുവിന്റെ റസൂൽ. നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ, റബ്ബിനോട് ചോദിക്കൂ സുഹൃത്തെ. ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടുമ്പോൾ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ പഠനം എന്താ, പഠിപ്പിക്കൽ എന്താ? റബ്ബിനോട് ചോദിച്ചോ എന്താ? അങ്ങനെ റബ്ബിലേക്ക് ചേർന്നിരിക്കണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതൻ ദാഇ ഇദാ ദഅൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നബിയെ പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാണെന്ന്. എന്റെ അടിമകൾ എന്നോട് ചോദിക്കുമ്പോ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താ? ഞാൻ അവന്റെ അടുത്തുണ്ട്. ഉജീബു ദഅവതൻ ദാഇ ഇദാ ദഅൻ. അവൻ എന്തെങ്കിലും എന്നോട്, പടച്ചോനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നീട്ടിയ കൈകളെ ഒന്നുമില്ലാത്ത ലെവലിൽ മടക്കുന്നത് റബ്ബിന് ഇഷ്ടല്ല. അല്ലാഹ് സ്വയം ലജ്ജിക്കണ ഏർപ്പാടാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. നമുക്ക് റബ്ബ് മതി സുഹൃത്തെ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ പറഞ്ഞില്ലേ, നമ്മൾ രാവിലെ ചൊല്ലാൻ പറഞ്ഞില്ലേ? റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. തൃപ്തിപ്പെട്ടോ നമ്മൾ? തൃപ്തിപ്പെട്ടോ നമ്മൾ? നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കി തരുന്ന റബ്ബിന്റെ വിധികൾ തൃപ്തിയുണ്ടോ നമ്മൾ? ആ തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണോ റബ്ബിനെ വിട്ട് പല ആളുകളിലേക്ക് നമ്മൾ പോയത്? ആണോ? തീക്കുണ്ടാരം ഒരുങ്ങി നിൽക്കുന്നു, ജിബ്രീൽ വരുന്നു, ഇബ്രാഹിം എന്തെങ്കിലും സഹായം വേണോ നിനക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മറുപടി, ആദർശ പിതാവായ തൗഹീദിന്റെ പടവാഹകനായ നമ്മുടെ ആദർശ രംഗത്തെ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി, താങ്കളുടെ പേഴ്സണൽ സഹായമാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല. റബ്ബ് കൊടുത്ത വിട്ടതാണെങ്കിൽ ഓക്കെ. ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും റഹ്മാനായ റബ്ബല്ലാതെ വേറൊരാളും എനിക്ക് വേണ്ട. എന്റെ എല്ലാ കാര്യങ്ങളും കേൾക്കാൻ, അറിയാൻ, നിവർത്തിച്ച് തരാൻ റഹ്മാനായ റബ്ബ് മതി എനിക്ക്. അവനിൽ ഭരമേൽപ്പിക്കാൻ അവനേക്കാൾ വലിയൊരാളില്ല എന്ന് പറയുമ്പോൾ അല്ലാഹ് ചോദിക്കുന്ന ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, എന്റെ അടിമക്ക് അല്ലാഹു പോരേ എന്നാണ്. മതി എന്ന് പറയാൻ കഴിയുന്നിടത്തെ നമ്മുടെ റമദാന് കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കുക, അല്ലാഹുവിനെ മാത്രം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുക. ശിർക്കിന്റെ എല്ലാവിധ ഏർപ്പാടുകളും നമ്മൾ മാറ്റിവെക്കുക. ഒരു ജാറോ മക്ബറോ ഒന്നും നമുക്ക് വേണ്ട. ഇരുന്ന ഇരിപ്പിൽ റഹ്മാനായ റബ്ബിനോട് നമുക്ക് ചോദിക്കാൻ പറ്റുമെന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റമദാൻ വന്ന് കിട്ടിയിട്ട് നമ്മൾ അതിൽ നിലക്ക് ആ റമദാൻ വരുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഈ പറയപ്പെട്ടത് വല്ലാത്ത തടസ്സങ്ങളാണ്. ഇത് വല്ലാത്ത തടസ്സങ്ങൾ. ഈ തടസ്സങ്ങൾ മുഴുവൻ നമ്മൾ മാറണം, മുഴുവൻ നമ്മൾ മാറ്റണം, എങ്കിലേ കാര്യമുള്ളൂ. ശരി, ഇനി നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നിർവഹിക്കാനുള്ളത് നോമ്പാണല്ലോ. നോമ്പാണ്. ശരി, നോമ്പിന്റെ പ്രതിഫലം നമ്മൾ കേട്ടല്ലോ, കേട്ടു. നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടല്ലോ, ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് സുഹൃത്തെ, ഏത് ഇബാദത്തും നമുക്ക് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച് തന്നതിന്റെ പിന്നിൽ അല്ലാഹു ഹക്കീമാണെങ്കിൽ, അല്ലാഹു യുക്തിയുള്ളവനാണെങ്കിൽ, എല്ലാറ്റിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മിലൂടെ സാർവത്രികമാകുമ്പോഴേ റഹ്മാനായ റബ്ബ് അതിന് പരിപൂർണമായ പ്രതിഫലം നൽകുകയുള്ളൂ. എങ്കിൽ നിസ്കാരത്തിന് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമില്ലേ? ഇന്നസ്സലാത്ത
തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കരിക്കുന്നുണ്ടോ, പിന്നെ ആ മനുഷ്യൻക്ക് തെറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാം. അപ്പൊ തെറ്റുകളിൽ നിന്നും നമ്മളെ തടയാനാണ് നിസ്കാരം വെച്ചത്. അത് നിസ്കാരത്തിന്റെ പിന്നിലുള്ള ഹിക്മത്താണ്. ഹജ്ജിനുമുണ്ട്, എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ട്. എങ്കിൽ നോമ്പിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? അല്ലാഹ് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. എന്താ, നിങ്ങൾക്ക് മാത്രമൊന്നല്ല നോമ്പ്, നിങ്ങളെ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ പല ആളുകൾക്ക് ഞാൻ നോമ്പ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാന്നറിയോ? എന്റെ ഖജനാവിന് എന്തെങ്കിലും മൂല്യം വേണ്ടിട്ടൊന്നല്ല. ഒരു മാസം പട്ടിണി കിട്ടും എന്നുള്ളതുകൊണ്ട് അള്ളാന്റെ ഖജനാവിന് ഒരു കോട്ടവും ഒരു നേട്ടം ഉണ്ടാകാൻ പോണില്ല. പിന്നെന്താ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത ബോധം കിട്ടാൻ വേണ്ടിയിട്ടാ. എന്തിനാ സുഹൃത്തുക്കളെ സൂക്ഷ്മതാ ബോധം ഉണ്ടാകണത്? എന്തിനാത്? സ്വർഗ്ഗം ആരെങ്കിലും പോണ്ടെങ്കിൽ, സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്വർഗം എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞല്ലോ. ഏതാ നല്ല അമലെന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹു റസൂലിന്റെ മറുപടി തഖ്വയാണ്. എങ്കിൽ സൂക്ഷ്മതാ ബോധമാണ്. കർമ്മങ്ങളുടെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു ആരുടെയെങ്കിലും കർമ്മങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മുത്തഖീങ്ങളുടേത് മാത്രമാണെന്ന്. അപ്പൊ ചില്ലറ വിഷയമല്ല സുഹൃത്തുക്കളെ. ഇന്നലിൽ മുത്തഖീന മഫാസ, മുത്തഖീങ്ങൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് വിജയം. എങ്കിൽ എന്താണ് തഖ്വ? പണ്ഡിതന്മാർ മനോഹരമായി വിശദീകരിച്ചു. ഇജ്തിനാബുൽ മആസി വഫിഅലുൽ ഖൈറാത്ത്, തിന്മകൾ മുഴുവനും ഒഴിവാക്കുക, നന്മകൾ യഥേഷ്ടം ചെയ്യുക. തിന്മകൾ മുഴുവനും ഉപയോഗിക്കുക, നമ്മൾ ഒഴിവാക്കുക, നന്മകൾ യഥേഷ്ടം ചെയ്യുക. അതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. നോമ്പിലൂടെ നേടേണ്ടതും അത് തന്നെയാണ്. അസ്സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ് നോമ്പ്. പലപ്പോഴും എന്താ അറിയോ, ഇപ്പോഴൊക്കെ ഉള്ളൊരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എത്ര നന്നാകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചില സാഹചര്യങ്ങൾ പ്രശ്നമാകാറുണ്ട്. പക്ഷെ റമദാൻ മാസം വരുമ്പോൾ നമുക്കൊരു അനുകൂല സാഹചര്യം കിട്ടുകയാണ്. ഒരു നോമ്പ് എടുക്കുന്നതോടുകൂടെ നമുക്കൊരു പരിച കയ്യിൽ കിട്ടിയതുപോലെയാണ്. ശക്തമായ ഇരുട്ടുള്ള വഴിയിലൂടെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടി ഉണ്ടാവും. നല്ലൊരു ലൈറ്റ് അറേഞ്ച്മെന്റ് വെച്ച് കഴിഞ്ഞാലോ പിന്നെ പേടി ഉണ്ടാവില്ല എന്നതുപോലെയാണ് പിശാചിന്റെ മുമ്പിലേക്ക് പോകാൻ നോമ്പെന്ന പരിചയമില്ലാത്ത പരിചയമാണ്. നരകത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതെല്ലാം നോമ്പെന്ന ഒരു പ്രോസസ്, ഒരു പ്രക്രിയയിലൂടെ തടുക്കാൻ നമുക്ക് കഴിയുമെന്ന് അത് നമ്മൾ ഫീൽ ചെയ്ത ആളുകളാണ്, അത് നമ്മൾ അനുഭവിച്ച ആളുകളാണ്. അത് ആ ഒരു നിലക്കിലേക്ക് ആകുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നോമ്പുകാരനായിട്ടും തഖ്വക്ക് നിരക്കാത്ത വരുന്നുണ്ടോ? ടൈം പാസിന് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ സമയം കൊല്ലികളെ നമ്മൾ പിന്നെ വീണ്ടും പോകുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ? റമദാന് മുൻപ് അള്ളാഹു വിലക്കിയ സംഗീതം നമ്മൾ കേൾക്കുന്നു, സിനിമകൾ കാണുന്നു അല്ലേ? ആ നിലക്കുള്ള ഹറാമുകൾ കാണുന്നു. റമദാന് വന്നു, നോമ്പെടുത്തിട്ടുണ്ട്, പഴയ പടിയെല്ലാം വീണ്ടും ആവർത്തിക്കുന്നെങ്കിൽ ആ മനുഷ്യന്റെ നോമ്പ് കൊണ്ട് യാതൊരുവിധ ഫലവുമില്ല എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചു. ഇന്ന സിയാമ ലൈസ മിനൽ അക്ലി വശുർബി ഫഖത്ത്. നോമ്പ് എന്ന് പറഞ്ഞാലേ കേവലം തീറ്റയും കുടിയും ഒഴിവാക്കൽ മാത്രമല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസ്. എന്താ? യാതൊരുവിധ ഉപകാരവുമില്ലാത്ത മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാകുന്നതിലൂടെയാണ് നോമ്പ് ശരിയാവുക എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ടൈം പാസ് എന്നൊരു പ്രോസസ് നോമ്പുകാലത്തില്ല. പല ആളുകളും നോമ്പ് വരുമ്പോൾ ഇനി കേൾക്കാൻ പോകുന്നൊരു സംഗതി അതാണ് ടൈം പാസ്. എന്താ? സമയം എങ്ങനെയെങ്കിലും പോകട്ടെ എന്നാണ്. അങ്ങനെ പോയതുകൊണ്ട് ഒരു കാര്യമില്ല. വ്യക്തമായ ഷെഡ്യൂളുകൾ നമുക്കുണ്ടാകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് കണ്ടുകൂടാ, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടുകൂടാ, അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അനുഭവിച്ചത് കൂടാ. തഖ്വ, ഒരു മുത്തഖിന്റെ എന്തൊക്കെ ക്വാളിറ്റികൾ ഉണ്ടോ
അത് മുഴുവനും ആവാഹിച്ചു നോമ്പ് നോൽക്കാൻ നമുക്ക് കഴിയുമ്പോഴേ അത് ശരിയാവുകയുള്ളൂ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. റമളാൻ വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യുന്ന നോമ്പാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരിക, അല്ലെ? ആ നോമ്പ് അത്രക്ക് കഷ്ടപ്പെട്ടിട്ട് അതിന്റെ കൂലി കിട്ടണമെങ്കിൽ തഖ്വയുണ്ടാകണം നമുക്ക് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നോമ്പെന്ന് പറഞ്ഞാൽ, പിന്നെ റമളാൻ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ കേവലം നോമ്പിനുള്ളത് മാത്രമല്ല. നമ്മുടെ മുൻഗാമികൾ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ ആദ്യം ഉപയോഗിച്ചത് എന്തിനെന്നറിയോ? വിശുദ്ധ റമളാൻ അവർ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് വിശുദ്ധ ഖുർആനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ? വിശുദ്ധ റമളാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എത്തണമെന്ന നമ്മുടെ ആഗ്രഹത്തെ അത് കൃത്യമായ റൂട്ട് ക്ലിയറാക്കി തരുന്ന, സ്വർഗ വഴി കാണിച്ചു തരുന്ന ആ ഗ്രന്ഥത്തെ നമ്മുടെ കൈകളിലേക്ക് തന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് സഹോദര ആ നേർമാർഗം. അല്ലാഹു പറഞ്ഞില്ലേ, ഏറ്റവും ചൊവ്വായതിലേക്ക് മാത്രം വഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് നൽകി എന്നുള്ളത് ചില്ലറ അനുഗ്രഹമല്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. അല്ലേ? എല്ലാവിധ അന്ധകാരങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് വെള്ളി വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം ഖുർആനിലൂടെ. അതിന്റെ നന്ദി സൂചകമാണ് നമ്മൾ യഥാർത്ഥ നോക്കുന്ന നോമ്പ് പോലും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ റമളാൻ മാസത്തിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. വിശുദ്ധ ഖുർആൻ എന്ന അനുഗ്രഹത്തിന് നന്ദിയാണ് നോമ്പ് എന്ന് പറയുമ്പോൾ ആ നോമ്പ് നോറ്റിട്ട് ഖുർആനുമായിട്ടുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞ എത്ര വലിയ വിരോധാഭാസമാണ്. നോമ്പ് നോക്കുന്നത് പോലും ഖുർആൻ കിട്ടിയതിന് നന്ദിയാണ് എങ്കിൽ നോമ്പ് നോറ്റിട്ട് ഖുർആനെ അരികുവലിക്കരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ മണ്ടത്തരമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും അതിന്റെ പഠനവും കഴിയുന്നത്ര ഹിഫ്ളാക്കാനൊക്കെ ഒരു അധ്വാനം, ഒരു പ്ലാനിങ് നമുക്ക് വിശുദ്ധ റമദാനിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മുൻഗാമികളുടെയൊക്കെ അധ്വാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പടച്ചോനെ എങ്ങനെ കഴിഞ്ഞു അവർക്കെന്ന് തോന്നും. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു റമളാന് കഴിയുമ്പോൾ 60 തവണ ഖത്ം തീർത്തു എന്നാണ്. 60 തവണ. സഹോദര, നാളെ എത്ര കഴിഞ്ഞു? ഒരു പുരുഷായുസിന് നല്ലൊരു ശതമാനം നമ്മളിവിടെ ജീവിച്ചു തീർത്തു. നമ്മൾ ഈ ആയുസ് കൊണ്ട്, ഈ ആയുസ്സിലെ മുഴുവൻ റമളാനുകൾ എടുത്ത് പരിശോധിക്കുമ്പോ അപ്പോൾ ഒരു റമളാൻ കൊണ്ട് നേടിയെടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയുണ്ടോ? ആയുസ് മുഴുവൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു 60 ഖത്തമൊക്കെ ഞാൻ തീർത്തെന്ന് പറയാൻ നമുക്ക് കഴിയോ സുഹൃത്തെ? കഴിയോ? അവരൊറ്റ റമളാൻ കൊണ്ടാണ് 60ലേക്ക് എത്തിയത്, അല്ലേ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ ദിവസവും ഓരോ ഖത്തം 30 തവണ. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി 10 തവണ. 3 ദിവസം കഴിയുമ്പോഴേക്കും ഒരു തവണ. അവരൊക്കെ പോയ സ്വർഗത്തിലേക്കാണ് സുഹൃത്തെ നമ്മളും പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഖത്തമുൽ ഖുർആനിന്റെ അവസ്ഥ എന്താ നോക്കൂ നിങ്ങൾ. 3 ലക്ഷം അക്ഷരങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ വിശുദ്ധ ഖുർആൻ. 6236 ആയത്തുകളിൽ 3 ലക്ഷത്തോളം അക്ഷരങ്ങളുണ്ട്. ഒരു അക്ഷരം ഓതിയാൽ 10 കൂലി കിട്ടുമെങ്കിൽ 3 ലക്ഷം തീരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സുഹൃത്തെ 30 ലക്ഷം കൂലി. നോർമൽ ദിവസങ്ങളിൽ. അത് വിശുദ്ധ റമളാനിലാകുമ്പോഴോ, അത് വിശുദ്ധ റമളാനിലേക്ക് വരുമ്പോഴോ കൂടല്ലാതെ കുറയോ? ഇനി നമ്മൾ ചിന്തിക്കണം. ഒരു പേജ് ഓതുമ്പോൾ ഏകദേശം 5000-നും 6000-നും ഇടയിലുള്ള കൂലിയാ കിട്ടാൻ പോണത്. ഇത് നമ്മുടെ മനസ്സിൽ പതിയണം. ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കൃത്യമായ പ്ലാനിങ്ങുകൾ നമ്മൾ ഉണ്ടാക്കണം. ഒരു റമളാന് കിട്ടിയിട്ട് ഒരു ഖത്തം പോലും തീർക്കാനുള്ള തൗഫീഖ് കിട്ടാത്തവൻ എത്ര വലിയ ഹതഭാഗ്യവാനാണ് സഹോദര. അങ്ങനത്തെ ഒരു ദുരന്തം നമുക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമസ്കാരമാണ്. ജമാഅത്ത് ഒരു പക്ഷേ ശീലമില്ലാത്ത ആളുകളുണ്ടാവും. വലിയ അപരാധമാണ് സഹോദര. അതൊന്ന് ശീലിച്ച് റെഡിയാക്കണം. നമുക്ക് റമളാൻ മാസത്തിലേക്ക് തന്നെ കാത്തിക്കണമെന്നില്ല, ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങണം, അത് വേറെ വിഷയം. പക്ഷെ റമളാനിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയണം, റമളാനിന്റെ ഒരു ജമാഅത്ത് പോലും എനിക്ക് മിസ്സായിട്ടില്ല, ഒരു വഖത്ത് ജമാഅത്ത് പോലും എനിക്ക് മിസ്സായിട്ടില്ല എന്ന് അവസാനത്തെ നോമ്പും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരിക്കും. പ്രതിജ്ഞാബദ്ധരാകണം നമ്മൾ. പിറ്റേ ദിവസം നിർത്താനല്ല, മറിച്ച് 30 ദിവസം കണ്ടിന്യൂ ആകുമ്പോൾ അതിന് ശീലമായിക്കോളും സുഹൃത്തുക്കളെ. അതുകൊണ്ട് പ്രയോഗിക്കാൻ നമുക്ക് കഴിയണം, അല്ലെ? ഒരു ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല.
രാത്രി നമസ്കാരവും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. തറാവീഹ് നമസ്കാരം സ്വർഗം കിട്ടാൻ പര്യാപ്തമാണ്, പാപങ്ങൾ കഴുകിക്കളയാൻ പര്യാപ്തമാണ്. പക്ഷേ തറാവീഹ് നമസ്കാരം അത് പലപ്പോഴും ആനന്ദത്തോടുകൂടെ റാഹത്തോടുകൂടെ നിർവഹിക്കാൻ പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ടോ, കഴിയാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. സുഹൃത്തുക്കളെ, പലപ്പോഴും പ്രശ്നം അമിത ഭോജനമാണ്. നോമ്പ് തുറ കഴിയുന്നതോടുകൂടെയുള്ള വരിച്ചു വായിട്ടുള്ള കഴിക്കലാണ് പലപ്പോഴും തറാവീഹ് നമസ്കാരത്തിന് പലപ്പോഴും തടസ്സം. 10-13 മണിക്കൂറുകൾ കാത്തു നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് കഴിച്ച് കുറച്ചും കൂടി ഊർജ്ജസ്വലത കൈവരിച്ച് ഇനിയും നമുക്ക് പോകാനുള്ളത് വലിയൊരു അതേ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യത്തിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന് നിർബന്ധവും ഒന്ന് സുന്നത്തുമാണെങ്കിലും അതൊരു ജീവിതത്തിന്റെ ക്രമമാണെന്ന് മനസ്സിലാക്കി എന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, നരകമോചനം ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള എനിക്ക് റഹ്മാനായ റബ്ബ് നൽകിയ മെഗാ ഓഫറാണെന്ന് മനസ്സിലാക്കുമ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഭക്ഷണത്തിന്റെ രംഗത്തൊക്കെ വരുത്തി നമ്മളത് ക്രമീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റു നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ചത് കഴിയുന്നത്ര ഉദാരമതികളായിരുന്നു എന്നതാണ്. അതിലേറ്റവും ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സക്കാത്തുമായി ബന്ധപ്പെട്ടാണ്. സുഹൃത്തെ, സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഔദാര്യമല്ല. പല ആളുകൾ അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അത് ധനമുള്ളവന് പാവപ്പെട്ടവനക്ക് കൊടുക്കുന്ന, ഇട്ടുകൊടുക്കുന്ന, അത് വന്ന് സക്കാത്ത് തരുമോ എന്ന് ചോദിച്ചു വരുന്ന ചില പർദ്ദാധാരികൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടിന്റെ വില കുറഞ്ഞ ഏർപ്പാടിനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് എന്ന പേര് വിളിച്ചത്. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. വിശ്വാസികൾ അവരുടെ ധനങ്ങളിൽ ഒരു നിർദ്ദിഷ്ട ഓഹരി ഉണ്ട് എന്ന, അതായത് നിർദ്ദിഷ്ട ഓഹരി, ഒരു കൃത്യവും വ്യക്തവുമായ ഒരു കണക്ക് 2.5% അല്ലെ, അതിന് മാറ്റിവെക്കണം. അത് നമ്മുടേതല്ല, അത് അള്ളാഹു നമുക്ക് നൽകിയ ധനമാണ്. അത് വിശ്വാസികൾ മാറ്റിവെക്കുമെന്ന, വിശ്വാസികളാണോ മാറ്റിവെച്ചിരിക്കും? ആർക്കാ? ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾക്ക് എടുത്തു കൊടുക്കാനുള്ളതാണ്, ആവശ്യക്കാർക്ക് എടുത്തു കൊടുക്കാനുള്ളതാണ്. സക്കാത്തിന്റെ അവകാശികൾക്ക് സുഹൃത്തെ ഔദാര്യം എന്നുള്ള നിലക്കല്ല, അവരുടെ അവകാശം എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കാൻ കഴിയണം. അത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് മതിയാകും നമ്മുടെ നോമ്പ് ഫസാദാകാൻ, അത് മതിയാകും നമ്മളെ പരലോകത്ത് വിരല് കടിക്കാൻ. പല ആളുകളും സക്കാത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാം? നിങ്ങള് ഇങ്ങനെയാണെങ്കിൽ മൗലവി കൊടുക്കണ്ടല്ലോ എന്നാ ചോദിക്കാം. ഇനി ഇങ്ങനൊരു മസലല്ലേ, ഇത്രയാണെങ്കിൽ ഇത്ര കൊടുത്താൽ പോരെ നോക്കുക. കൊടുക്കാതിരിക്കാനുള്ള ഏർപ്പാടുകളാണ് പലപ്പോഴും ചോദിക്കുക. സഹോദര, അത് നമ്മൾ തീക്കട്ട കൊണ്ട് തലചൊറിയുന്നതിനേക്കാൾ വലിയ അപകടമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സഹോദരിമാരുടെ കൈകളിൽ ആഭരണങ്ങൾ കണ്ടപ്പോ ചോദിച്ചു എന്നാണ്. ഇപ്പോൾ ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്നൊരു പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നു. 200 പവൻ ഉണ്ടെങ്കിലും ആഭരണമാണെങ്കിൽ സക്കാത്ത് വേണ്ട എന്ന ഒരു സംസാരം കേൾക്കുന്നു. സഹോദര, തെറ്റാണത്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും മഹാഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരും പറഞ്ഞത് ആഭരണമാണെങ്കിലും എടുത്തു വെക്കണം, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലക്ക നമ്മൾ ചെയ്യുക. 200 പവൻ ആരെങ്കിലും ഇട്ടടക്കൂ? 200 പവൻ ആരെങ്കിലും ഇട്ടടക്കൂ? അല്ലേ? നോക്കൂ നിങ്ങൾ, എന്നിട്ട് ഒരു ഓമന പേരിട്ടിട്ട് കൊടുക്കാതിരിക്കാനുള്ള പഠിപ്പിക്കല നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, ആരും ഉണ്ടാകൂല, ഒരുത്തനും നമ്മുടെ കബറിലേക്ക് വരൂല. അല്ലാഹു റസൂല് പറയാ, അല്ലാഹ് നൽകിയ മുതല് വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒന്നും ചെലവഴിക്കാതെ, കൊടുക്കേണ്ട നിർബന്ധ ദാനം പോലും കൊടുക്കാതെ സ്വർണവും വെള്ളിയും ഒക്കെ പൂഴ്ത്തി വെക്കുന്നവനക്ക് നബിയേ ശക്തമായ വേദനിക്കുന്ന പ്രഹരങ്ങളുടെ, ശിക്ഷാമുറകളുടെ സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ്. അവൻ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നതോടുകൂടെ അവന്റെ ദുരന്തം തുടങ്ങി. സുഹൃത്തുക്കളെ, അല്ലാഹു റസൂല് പറയാ, വിഷമുള്ള ഒരു പാമ്പിനെ അവനിലേക്ക് അയക്കുമെന്നാണ്. ആ പാമ്പിന്റെ വിഷത്തിന്റെ കാഠിന്യം കൊണ്ട് ആ പാമ്പിന്റെ ആ ഒരു സർപ്പത്തിന്റെ തൊലി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. കണ്ടാൽ പോലും ഭീകരമായി പേടിച്ചരണ്ടു പോകുന്ന ഒരു സർപ്പത്തെ നമ്മുടെ ശരീരത്തിലേക്ക് വിട്ടിട്ട് കൊത്തിക്കുമെന്ന, ആഞ്ഞാഞ്ഞു കൊത്തുമ്പോൾ പറയുമെന്ന, അനമാലുക വഅന കൻസുക,
ഞാനാണ് നീ കെട്ടിപ്പൂട്ടി വെച്ച നിന്റെ സമ്പത്ത്, നിന്റെ നിധി കൂമ്പാരം അനുഭവിച്ചോ എന്നാണ്. സുഹൃത്തേവേ, പല ആളുകൾക്കും വേണ്ടിയിട്ട് 1,00,000 ഉണ്ടെങ്കിൽ 2,500 കൊടുക്കാനാ പറഞ്ഞത് അല്ലെ? ഖബറൊന്ന് മനോഹരമാകാൻ സക്കാത്തിന്റെ വിഷയം പഠിക്കണം. സുഹൃത്തേ, സഹോദരി, വളരെ ഗൗരവത്തിൽ ആ ഒരു വിഷയം ഏറ്റെടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, സക്കാത്ത് പോലെ തന്നെ സ്വതക്കകൾ നമ്മൾ ചെയ്യണം. പലപ്പോഴും പല ആളുകളും പരിഹാസപൂർവ്വം പറയാറുണ്ട്, റമളാൻ ആയാൽ പിശാചിനെ കെട്ടിയിടും, പിരിവുകാരെ തുറന്നുവിടുന്നുള്ളതാണ്. അതിൽ തീർത്തും ശൈത്താനിൽ നിന്നുള്ള ഒരു വാക്കാണ് നമ്മൾ മനസ്സിലാക്കുക. ആളുകളൊന്ന് ചോദിക്കും, ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇല്ലേ, നല്ല വാക്ക് പറഞ്ഞോളെ. നെഗറ്റീവ് കമന്റ് ഇട്ട് നമ്മളൊരു വാക്ക് കാരണം കൊടുക്കാൻ ഉദ്ദേശിച്ചവന്റെ മനസ്സും കൂടി നഷ്ടപ്പെട്ടാൽ സുഹൃത്തെ, ആ ഒരു പാപഭാരം റമളാൻ മാസത്തെ നമ്മൾ കെട്ടിവെക്കേണ്ടി വരും. ദുനിയാവിന്റെ മുകളിലെ അള്ളാഹുവിന്റെ ദീനി സംരംഭങ്ങളൊക്കെ ദീനി സ്നേഹികളുടെ ഹസ്തദാനങ്ങളിലൂടെ നടന്നു പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അതിനൊക്കെ വമ്പിച്ച ഓഹരി കൊടുത്തു എന്നുള്ളത് കൊണ്ടേ ഇവിടെ ആരും പാപ്പരായിട്ടില്ല. ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ കഴിയുമോ, ഒരു അള്ളാഹുവിന്റെ ദീനിന്റെ സംരംഭത്തിൽ ഞാൻ അന്നൊരു തുക മാറ്റിവെച്ചത് മുതൽ ഇങ്ങോട്ട് എന്റെ കഷ്ടം ആരംഭിച്ചതാണ്? ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാൾക്കും പറയാൻ കഴിയില്ല സുഹൃത്തെ. അന്ന് മുതൽ എന്റെ പതനം ആരംഭിച്ചതാണ്, പിന്നെ എന്റെ ലൈഫിൽ ഒരു ബർക്കത്തും കിട്ടിയിട്ടില്ല എന്ന് ആർക്കെങ്കിലും സത്യസന്ധമായി കൊണ്ട് പറയാൻ കഴിയോ? അതല്ല പറയാൻ കഴിയുക. 100 ഞാൻ കൊടുത്തുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല 1000 എനിക്ക് നൽകിയിട്ടുണ്ട്. കൊടുക്കുന്ന ആളുകൾ വീണ്ടും വീണ്ടും ആവേശത്തിൽ കൊടുക്കുന്ന കാണാറുണ്ട്, മനസ്സറിഞ്ഞു കൊടുക്കുന്ന കാണാറുണ്ട്. ചോദിക്കുമ്പോൾ സ്വകാര്യമായി കൊണ്ട് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ കൊടുക്കുന്നതിൽ ഹരണ്ട് എന്നുള്ളതാണ്. അതിന്റെ ബെനിഫിറ്റ് നിഅമത്തായും ബറക്കത്തായും മുസീബത്തുകൾ തടയപ്പെടായിക്കോട്ടൊക്കെ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹ് റസൂൽ പറയാ, ആപത്തുകൾ അള്ളാഹു തടഞ്ഞു വെക്കുമെന്നാ അല്ലേ? ഒരു 1,00,000 ഉറുപ്പിയുടെ ഒരു ആപത്ത്, ചെലവ് വരുന്നൊരു ആപത്ത് പടച്ചോൻ വെച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കാനും അതിന് മുൻപേ ഒരു ധർമ്മം കൊടുക്കുക. അവൻ കൊടുത്തതാകെ 16 ഉറുപ്പ്യാവും. 90,000 ഉറുപ്പ്യ സുഹൃത്തുക്കൾ അവൻ സേവാക്കി എന്നാണ് പറയാനുള്ളത്. അപ്പൊ എന്താ അറിയോ? അത് റഹ്മാനായ റബ്ബ് വെച്ച സംവിധാനമാണ്. അതുകൊണ്ട് സ്വതക്കൊന്നും കൊടുത്തിട്ട് ഇവിടെ ആരും പാപ്പരായിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഒരു കാര്യത്തെ വളരെ ഗൗരവത്തിൽ നമ്മൾ നെഞ്ചേറ്റണം. നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധിച്ച മറ്റൊന്ന് സംസാരമായിരുന്നു. സംസാരത്തെ ബോധപൂർവം അവർ ശ്രദ്ധിച്ചിരുന്നു. ഇദാ സുംത ഫൽയസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഅസം. പണ്ഡിതന്മാര് പറഞ്ഞു, നീ നോമ്പുകാരനാണെങ്കിൽ നിന്റെ കണ്ണും നിന്റെ ചെവിയും നിന്റെ നാവുമൊക്കെ തിന്മയിൽ നിന്നും അത് നോമ്പ് നോൽക്കട്ടെ എന്ന. ആമാശയത്തിന് മാത്രമല്ല നോമ്പ്, കണ്ണിന് നോമ്പുണ്ട്, കാതിന് നോമ്പുണ്ട്, അല്ലേ? എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, വൽയകുന അലൈക വഖാറും വസകീന യൗമ സിയാമിക. നീ നോമ്പെടുക്കുന്ന ദിവസം നിനക്കൊരു ഗൗരവം ഉണ്ടാകണം, ഞാൻ ഇന്ന് നോമ്പുകാരനാണെന്ന ബോധം ഉണ്ടാകണം. വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സിയാമിക സവാ. നീ നോമ്പ് നോൽക്കാത്തൊരു ദിവസവും നോമ്പുകാരനായ നിന്റെ ദിവസം ഒരുപോലെയാക്കരുത് എന്ന. ഇപ്പോൾ ഒരു പക്ഷെ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവും, ഒരു ക്രമീകരണങ്ങളില്ലാത്തൊരു സമയം ഉണ്ടാവും. എന്താ നമ്മുടെ മുമ്പ് വന്ന് കാണുന്ന പ്രത്യേകിച്ച് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത ലൈഫായിരിക്കാം. പക്ഷെ നോമ്പുകാരനാകുമ്പോൾ അങ്ങനെയാകരുത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അങ്ങനെ ആകാന്നല്ല, അതിലൂടെ നമ്മളൊരു ക്രമീകരണം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിയ നമ്മുടെ മുൻഗാമികൾ. പലപ്പോഴും നമ്മളൊക്കെ റമളാൻ അങ്ങോട്ട് തീർക്കുകയാണ്. പലപ്പോഴും പല ആളുകളും ഉറങ്ങി തീർക്കലാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ സഹോദരിമാർ വലിയ സിംഹഭാഗവും അവരുടെ പാചകപരമായ കലകൾ ബാക്കിയുള്ളവർക്ക് ദർശിക്കുന്ന രൂപത്തിൽ ഉള്ള ചില മത്സരങ്ങളിലാണ് ഏർപ്പെടുന്നത്, അല്ലേ? നമ്മുടെ പാചക കസർത്ത് തെളിയിക്കേണ്ട ഒരു സമയമല്ല വിശുദ്ധ റമളാൻ നമ്മൾ മനസ്സിലാക്കുക. നല്ല വിശക്കുമ്പോൾ അത് ഇതിന് നല്ല ആർത്തി അത്യാർത്തി ഒക്കെ ഉണ്ടാവും. ആ ആർത്തി ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുഡ് മെനു തരേണ്ട, അത് ആദ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ആരും ഖബറിൽ ഉണ്ടാവുകയില്ല. അത്യാവശ്യത്തിനൊക്കെയുള്ള സംഗതികൾ നമ്മൾ ആകുക, അതിനപ്പുറത്ത് ബാക്കിയുള്ള ഇബാദത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദിക്റുകൾ നമ്മൾ ചൊല്ലണം എന്നുള്ളതാണ്. നിരന്തരമായി റഹ്മാനായ റബ്ബിനെ ഓർത്തുകൊണ്ട് ഓരോ കർമ്മങ്ങളും ചൊല്ലാൻ ചെയ്യാൻ നമുക്കുണ്ടാകേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനിപ്പിക്കുമ്പോൾ 1-2 കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം.
ഇപ്പോഴും 2 ആഴ്ചകൾക്കപ്പുറത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എത്ര പേർക്ക് അതിനുള്ള തൗഫീക്ക് കിട്ടുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് അതിലേക്കൊന്ന് എത്താൻ റഹ്മാനായ റബ്ബ് ഇത്രയേറെ പ്രതിഫലം നിറച്ചു വെച്ച ആ വിശുദ്ധ റമളാനിന്റെ സുന്ദരമായ രാപ്പകലുകളിലേക്ക് റഹ്മാനായ റബ്ബേ എന്നെ നീ എത്തിക്കണേ എന്ന് ഇനിയുള്ള പ്രാർത്ഥനാ വേളകളിൽ സുഹൃത്തേ ആത്മാർത്ഥമായി കൊണ്ട് ചൊല്ലാൻ ചോദിക്കാൻ നമുക്ക് കഴിയണം. റമളാനിലേക്ക് പ്രവേശിക്കാൻ മാത്രമല്ല, യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ, യാതൊരുവിധ പ്രതിബന്ധങ്ങളുമില്ലാതെ മനോഹരമായി നോമ്പ് നോൽക്കാൻ, നല്ല രൂപത്തിൽ തറാവീഹ് നമസ്കരിക്കാനും, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന നന്മകളിലൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പങ്കെടുക്കാൻ, അല്ലെ, ഉള്ളതിൽ നിന്നും ചെലവഴിക്കാൻ, എല്ലാ നന്മകളും ഓടിച്ചാടി നടന്ന് ചെയ്യാൻ. അല്ലാഹുവേ, ഈ റമളാൻ മാസം കൊണ്ട് നീ എന്റെ ലൈഫിൽ എന്തൊക്കെ ഹിക്മത്തുകൾ, എന്തെല്ലാം ഉണ്ടായി കാണണമെന്നാണോ നിന്റെ തീരുമാനം, നിന്റെ ആഗ്രഹം, അതുപോലെയാകാൻ പരിപൂർണാർത്ഥത്തിൽ ഈ റമളാൻ ഒന്ന് ഉപയോഗപ്പെടുത്തപ്പെട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗവഴികളിൽ നിന്ന് എനിക്ക് എത്തിച്ചേരാൻ ഉള്ള തൗഫീക്ക് നൽകണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏത് സമയവും എന്ത് തടസ്സങ്ങളും വന്നേക്കാം. നടന്ന നടപ്പിൽ ഒന്ന് ചെറുങ്ങനെ തല കറങ്ങിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത്രയുള്ളൂ. നമ്മളൊക്കെ നിസ്സാരന്മാരാണ്. നമ്മളൊക്കെ എന്തെങ്കിലും പറ്റി നീ 1 മാസം 1.5 മാസം ഒന്ന് റെസ്റ്റ് കിടക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ പള്ളിയുമായുള്ള ബന്ധം, അവിടുത്തെ സജീവത ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. ഒന്നുമില്ലാതിരിക്കാൻ സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് പറയുമ്പോഴും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് പോയ ആളുകളുണ്ട്. നല്ല നിലക്ക് സജീവമാകണമെന്ന് ആഗ്രഹിച്ചിട്ടും രോഗങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇത് കേൾക്കുന്ന പരിസരങ്ങളിലൊക്കെ ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, എല്ലാവർക്കും ആരൊക്കെ എന്തെല്ലാം പ്രയാസം അനുഭവിക്കുന്നുണ്ടോ റഹ്മാനായ റബ്ബ് അതിനെല്ലാ വിധത്തിലുള്ള പരിഹാരവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊക്കെയും പൊടുന്നതിനുള്ള ശമനം റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുമ്പോൾ നെയ്യത്തൊന്ന് പുതുക്കണം. നമ്മൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലതും വന്നില്ല സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാഹ് ഇരുന്ന ഇരിപ്പിൽ നമുക്ക് ചിലതൊക്കെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ കേട്ടതൊക്കെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരിക്കും. നോമ്പുകാരന്റെ ക്വാളിറ്റികൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. വിശുദ്ധ ഖുർആൻ ഇത്ര തവണയെങ്കിലും ഞാൻ പരിപൂർണമായി കൊണ്ട് മോദി തീർക്കും. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന് ഇത്ര സമയം ഞാൻ മാറ്റിവെക്കും. പുതിയ 1-2 അധികാരങ്ങളെങ്കിലും ഞാൻ പുതിയതായിക്കൊണ്ട് ഞാൻ പഠിച്ചിരിക്കും. അല്ലെ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഇൻഷാ അല്ലാഹ് നന്മകൾ എന്തൊക്കെയുണ്ടോ ഇത്ര പേരെ ഞാൻ നോമ്പ് തുറപ്പിച്ചിരിക്കും. സുഹൃത്തേ, നമുക്കൊരു ദിവസം 1 തവണയെ നോമ്പ് നോൽക്കാൻ കഴിയൂ. പക്ഷേ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ കൂടെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് അല്ലാഹു റസൂൽ പറയുമ്പോൾ അല്ലാഹ് നമുക്ക് തന്ന സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം സുഹൃത്തെ നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിന് പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ. ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാകും. തേടി പിടിക്കുക, ആരും ചോദിച്ചു വരാൻ കാത്തിരിക്കേണ്ടതില്ല. ആത്മാർത്ഥമായി കൊണ്ട് തേടി പിടിച്ച് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മകളും ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ഒരു പ്ലാനിങ്, ഒരു പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതുണ്ട്. നല്ലൊരു നെയ്യത്തോടു കൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമളാനിന് മുൻപേ നമ്മളെ തിരിച്ചു വിളിച്ചാലും നാളെ പരലോകത്ത് ഇതൊന്നും ചെയ്യാതെയും ഈ നിയ്യത്ത് കാരണത്താൽ ചെയ്തവന്റെ കൂലി കിട്ടുമെന്ന് ഇസ്ലാമിന്റെ പൊതു തത്വമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ ഇപ്പോൾ തന്നെ നല്ല നന്മകൾക്ക് വേണ്ടി പ്ലാനിങ്ങൾ ചെയ്യുക. റഹ്മാനായ റബ്ബ് ഏറ്റവും നയന മനോഹരമായ അർത്ഥവത്തായ ഒരു ജീവിതം, ഒരു ഏറ്റവും നല്ല ആയുസ്സിൽ കിട്ടിയ ഏറ്റവും നല്ല റമളാനാക്കി മാറ്റാനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ, സഹോദരിമാരുണ്ട്. അല്ലാഹു, എല്ലാവരുടെയും പ്രയാസങ്ങൾ അവരെക്കാൾ കൂടുതൽ അറിയുന്നവൻ എന്നുള്ള നിലക്ക് അതിനെല്ലാമുള്ള പരിഹാരം നീ തന്നെ നിശ്ചയിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുവേ, നീ നിന്റെ അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായ വിശുദ്ധ റമളാൻ
നരകത്തിൽ നിന്നും മോചിക്കപ്പെട്ട് സ്വർഗപ്രവേശനം ഉറപ്പുവരുത്താൻ നീ നിന്റെ അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ മെഗാ ഓഫറായി വിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും നീ തൃപ്തിപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ സംസാരവും ഈ കൂടിയിരുത്തവും എല്ലാം നാളെ നന്മയുടെ തുലാസിൽ ഖനം തൂകുന്ന അമലായി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ റഹ്മാനെ. എന്തെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇത് ഇങ്ങനെ തന്നെ സ്വീകരിച്ച് നാളെ പരലോകത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങളെല്ലാം വളരെ നേരത്തെ ക്ലിയറായി കിട്ടി സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി ലഭിച്ച് സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ ഇതുപോലെ ഇതിനേക്കാൾ സന്തോഷത്തോടുകൂടെ ഒരുമിച്ചിരിക്കാനുള്ള ആവതൊക്കെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാ മിൻഹും വൽ അംവാത് إنك مجيب دعواتي يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.